ഗെയ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വണ്ടിയിലെല്ലാം കോമൺ ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന ഈ പ്രോ ഡിസ്ക്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ R15 V4 ആണ്. ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും 2 വീൽ കവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഞാൻ അടുത്ത് വെക്കലെന്ന് പറഞ്ഞായിരുന്നു, പിന്നെ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അവൻ്റെ വണ്ടിയാണ്, അവൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കൊണ്ടുള്ള റിസ്ക് കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലത്തെ ഡിസ്കൊക്കെ റേസിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം റേസിങ്ങിൽ ഈ ഫുൾ കവറായിട്ടുള്ള ഡിസ്ക് വെച്ച് നമ്മുടെ ഒരു എയർ ഡ്രാഗ് കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. റേസിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ മില്ലി സെക്കൻഡും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇതേപോലത്തെ ലോ ക്വാളിറ്റി മെറ്റീരിയലൊന്നുമല്ല, ലോ വെയ്റ്റും ഹൈ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. അതുകൊണ്ട് അത് ബ്രേക്കായി പോകേണ്ട ചാൻസസ് ഒന്നുമില്ല. പിന്നെ റേസിംഗ് ട്രാക്കിലാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ അടുത്തൂടെ ഒരുപാട് വലിയ വണ്ടികളൊന്നും പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ വണ്ടി എയർ പിടിക്കുന്ന കുഴപ്പമില്ല. പക്ഷേ ഇത് റോട്ടിൽ ഓടിക്കുന്ന കാര്യം കുറച്ച് അൺസേഫായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ റോട്ടിൽ ഇറക്കുന്ന സമയത്ത് ഈ ഒരു ഹോൾസ് റിമ്മിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നതിനെ നമ്മൾ അടുത്തൂടെ വലിയ വണ്ടിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ആ എയർ ഇതുവഴി കയറി അപ്പുറത്ത് ഇറങ്ങാൻ വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതേപോലത്തെ വീൽ കവർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എയർ പാസ് ചെയ്യില്ല. അതിലൂടെ നമ്മുടെ വണ്ടിന് എയർ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല സ്പീഡിലൊക്കെ പോകുന്ന സമയത്താണ് അടുത്തൂടെ വലിയ വണ്ടി പോയി എയറൊക്കെ പിടിക്കുന്നെങ്കിൽ നമ്മുടെ വണ്ടി ക്രാഷ് ആവേണ്ട ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റെബിലിറ്റീനെയും അത് നല്ല രീതിക്ക് ബാധിക്കും. കാരണം നമ്മൾ വീലൊക്കെ ബാലൻസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ താഴെ ചെറിയൊരു 100-150 ഗ്രാമിനകത്തുള്ള വെയ്റ്റ്സ് ആയിരിക്കും നമ്മളെ വീൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഒട്ടിക്കുന്നത്. ഇതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഈ നട്ടും ബോൾട്ടും 3 നട്ടും ബോൾട്ടും ഉണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ ഒരു 100-500 ഗ്രാം അടുപ്പിച്ച് എല്ലാം കൂടെ വരും. അപ്പോൾ നമ്മുടെ വീലിൻ്റെ അൺസ്പ്രിങ് വെയിറ്റാണ് കൂട്ടുന്നത്. അപ്പോൾ അതിലൂടെ നമ്മുടെ വണ്ടിയുടെ സ്റ്റെബിലിറ്റിനെയൊക്കെ നല്ല രീതിക്ക് ബാധിക്കും. ഇത് മുമ്പൊക്കെ ഇറങ്ങിക്കൊടുന്ന സമയത്ത് 800 രൂപയ്ക്കായിരുന്നു ഒറ്റ സെറ്റിന് തന്നെ. ഇപ്പം 300 രൂപയ്ക്ക് ഒരു സെറ്റ് കിട്ടുന്ന രീതിക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാതെ ഒരു കാരണവശാലും അത്രയും പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും അവരുടെ പ്രോഫിറ്റാണ് പ്രധാനം. ഈ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തരുന്നതല്ല. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം വണ്ടി വാങ്ങിച്ച് വെക്കാതിരിക്കുക. ഒരു വെറും ലുക്ക് മാത്രമാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ കൂടുന്നത്. പിന്നെ നമുക്ക് റിസ്ക്കാണ്. വലിയ വണ്ടിയൊക്കെ പോയി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ പിടിച്ചാൽ വണ്ടി കയ്യിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പ്രോബ്ലംസ് കൂടെ അറിഞ്ഞിട്ട് തന്നെ സെറ്റ് ചെയ്യണം. അഫ്കോഴ്സ് നിങ്ങളുടെ വണ്ടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വണ്ടി പണിയാം. അത് കംപ്ലീറ്റ്ലി നിങ്ങളെ ഫ്രീഡത്തിലോട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു. ഇതുപോലത്തെ കൂടുതൽ കണ്ടൻസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റ ഐ ഡി കൂടെ എന്നെ കമൻസിലൂടെയൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.